ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചോറിന്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. തലയും വാലും എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത ശേഷമാണ് 1/2 കപ്പ് മെഷർ ചെയ്ത് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഉണക്കച്ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് എടുത്തിട്ട് ഒടിച്ചു നോക്കുമ്പോൾ അങ്ങ് ഒടിഞ്ഞു പോകണം. ആ ഒരു പരുവം വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെമ്മീൻ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ കറിയിലോട്ട് ഈ വലുപ്പത്തിൽ 2 ഏത്തക്കായ വേണം. ഏത്തക്കായയുടെ തൊലി ഞാൻ മുഴുവനായിട്ടും പൊളിച്ചു കളയുന്നില്ല. 2 സൈഡും ഒന്ന് മുറിച്ചു കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചുരണ്ടി കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇപ്പോൾ കായ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ കായ 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. 1-2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയാണ് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി കായ വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 250 ml കപ്പിൽ മെഷർ ചെയ്തിട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ കായ ഒന്ന് വേവിച്ചെടുക്കണം. ഈ ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. കായ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കായ വേവുന്ന നേരം കൊണ്ട് ഈ കറിയിലോട്ട് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 250 ml കപ്പിൽ മെഷർ ചെയ്ത് 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ ഉണ്ടല്ലോ, അത് കഴുകി ക്ലീൻ ചെയ്ത് അത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. കണ്ടില്ലേ? ഇപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കായ വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കായ വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലും വേവിച്ചെടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തിയാൽ മതി. അപ്പോഴേക്കും കായ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ കായ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാർ ഒന്ന് ക്ലീൻ ചെയ്ത് ആ വെള്ളം കൂടി കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ കറി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയുടെയും ചെമ്മീന്റെ അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത ശേഷം കറി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് തിളച്ചു വന്നാൽ മതിയാവും. ആ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ഈ കറി തിളച്ചു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കറി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഇരിക്കുന്തോറും കറി ഒന്ന് കുറുകി വരും. ഇനി കറി കൂടുതൽ കുറുകി പോയെന്ന് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ച ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുത്താൽ മതി. ഇനി ഈ കറിയിലോട്ട് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ 6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയുള്ളി എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് കളറെല്ലാം മാറി വരണം. അതുവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. ഈ താളിപ്പ് നമ്മൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. താളിച്ചൊഴിച്ച ശേഷം കറി ഒരു 15 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ താളിച്ചൊഴിച്ചതിന്റെ ആ ഫ്ലേവർ ഒക്കെ കറിയിലോട്ട് നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചോറിന്റെ ഒക്കെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്